Hello friends, welcome back to our channel Sonia's Kitchen. ഇന്ന് നമുക്കൊരു കുഴലപ്പം ഉണ്ടാക്കിയാലോ? അപ്പോൾ ഈ കുഴലപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 250 ഗ്രാം അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് സാധാരണ നമ്മൾ പത്തിരി അതുപോലെ പാലപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കൂട്ട് വറുത്ത് പൊടിച്ച പൊടിയാണ്, തരിയില്ലാതെ പൊടിച്ച പൊടിയാണിത്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടത് 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ എള്ള്, 1/4 കപ്പ് തേങ്ങ, 3 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ, ഈ പൊടി നനച്ചെടുക്കാനായിട്ട് വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇത് നനച്ചെടുക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3 കപ്പ് അളവിലുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാം ജാറിലിട്ടിട്ട്. അപ്പം ഈ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, തേങ്ങ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണ്ട, ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞു വന്നാൽ മതി. തേങ്ങയൊക്കെ ഈ ഒരു പാകത്തിലൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഈ അരിപ്പൊടിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ അരച്ചെടുത്ത ഈ കൂട്ടുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, തേങ്ങയൊക്കെ കൂടി. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കോണിലും ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, അങ്ങനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ 3 ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം വെള്ളം നമ്മൾ സാധാരണ ചില പൊടിയിൽ വ്യത്യാസം ഉണ്ടാകും, എല്ലാ പൊടിക്കും ഒരേ അളവായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വെള്ളം തിളപ്പിച്ചൊഴിക്കുന്നത്. സാധാരണ പൊടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം മതിയാകും ആ പൊടി നനച്ചെടുക്കാനായിട്ട്. ചിലപ്പം ചില പച്ചരിയിലുള്ള വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ കൂടുതലോ കുറവോ ആയിരിക്കാം. തേങ്ങ അതുപോലെ ഒരുപാട് കൂടുതലായി പോകരുത്. തേങ്ങ ഒത്തിരി അങ്ങ് കൂടിപ്പോയി കഴിഞ്ഞാൽ, തേങ്ങ കൂടുതലായി കഴിഞ്ഞാൽ നമുക്കത് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് നനവായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് നാറി കഴിയുമ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 2 കപ്പിനടുത്ത് വെള്ളമേ ഞാനിതിലെടുത്തിട്ടുള്ളൂ. ഇത്രയും വെള്ളം മിച്ചമായിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് ആറിക്കഴിയുമ്പോൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ആറിയിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ എള്ളുകൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുഴലപ്പത്തിനുള്ള മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാം.
അപ്പോൾ ആ പരത്തിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ, നമ്മൾ ഏത് ചീനച്ചട്ടിയിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് എണ്ണ കൂടി ചൂടാകാനായിട്ട് വെക്കാം. അപ്പോൾ കുഴലപ്പം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ചില നാട്ടിലേക്കൊക്കെ നല്ല നീളത്തിലായിരിക്കും ഉള്ളത്, നന്നായിട്ട് നീളത്തിലായിരിക്കും. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴാണെങ്കിൽ തന്നെ കാണാം, പാക്കറ്റിലൊക്കെ ഒത്തിരി നീളത്തിൽ കാണാം. പക്ഷെ ചിലയിടത്തൊക്കെ ഒരു വിരലിൻ്റെ വലിപ്പത്തിലൊക്കെ കാണത്തുള്ളൂ, ചെറുതായിട്ടാണുള്ളത്. അപ്പം നമുക്ക് ഏത് രീതിയിലാണോ നമുക്ക് വേണ്ടത് ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യം ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പം നമുക്ക് ചപ്പാത്തി പലക അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ ഒന്നുകൂടി എളുപ്പത്തിൽ ഇതുപോലെ ഷീറ്റ് ഇട്ടതിന് ശേഷം ചെറിയൊരു ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകിൽ വിരലിൻ്റെ നടുക്ക് വെച്ച് തന്നെ വിരലിൽ തന്നെ ചുറ്റിയെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൈപ്പോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിതിനെ ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് ആദ്യമായി മടക്കുക, അതിനുശേഷം മറ്റേ സൈഡ് കൂടി കൂട്ടി യോജിപ്പിക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതങ്ങ് ഊരിയെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒട്ടി വരാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, വളരെ ഈസിയാണ് നമുക്കിത് ഉണ്ടാക്കി എടുക്കാനായിട്ട്. നമുക്ക് നീളം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ തന്നെ നീളത്തിൽ ഒന്നുകൂടി പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പൊടി ഒരുപാട് ആറിപ്പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതാണ് നല്ലത് എപ്പോഴും. കാരണം പൊടി ആറിക്കഴിഞ്ഞാലും ഒരുപാട് അങ്ങ് തണുത്ത് കഴിഞ്ഞാലും നമുക്ക് പരത്തി എടുക്കാനായിട്ട് സൈഡൊക്കെ പിന്നെ അങ്ങ് പൊട്ടിപ്പോകും. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. ഈ ചൂടായ എണ്ണയിലേക്ക് പരത്തിയെടുത്തത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ബ്രൗൺ കളർ ആവുന്നോടും വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. രണ്ട് സൈഡും ഒന്ന് മറിച്ച് വിട്ട് കൊടുക്കാം. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും ഇത് വെന്ത് വരാനായിട്ട്. ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം ബാക്കി കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുഴലപ്പമൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഴലപ്പമൊക്കെ റെഡിയായി കഴിഞ്ഞു. ആ 250 ഗ്രാം പൊടി കൊണ്ട് എനിക്ക് ഇത്രയും കുഴലപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയത്. അപ്പം പകുതി ഞാൻ മധുരമുള്ള കുഴലപ്പമാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് 1/4 കപ്പ് ഷുഗർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു 1/4 കപ്പ് അളവിൽ തന്നെ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് മെൽറ്റ് ആകാനായിട്ട് വെക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു നൂൽ പരുവമായി വരണം. അതിനുശേഷമേ ഫ്ലെയിം ഓഫ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ കുഴലപ്പം ആണെങ്കിലും തണുത്ത് വരണം. തണുത്തതിന് ശേഷം വേണം നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ചേർക്കാനായിട്ട്. നമ്മൾ കയ്യിലെടുക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ ഒരു നൂൽ പരുവമായി വരണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഷുഗർ സിറപ്പിലേക്ക് ഓരോ കുഴലപ്പം ഒന്ന് മുക്കിയെടുത്ത് വെക്കാം. അപ്പോൾ ഇതിൽ നിന്നും 6 കുഴലപ്പമാണ് ഞാൻ ഷുഗർ സിറപ്പിൽ മുക്കിയെടുത്ത് വെച്ചിരിക്കുന്നത്.
അപ്പം നമ്മളിങ്ങനെ സ്വീറ്റ് കുഴലപ്പം ഉണ്ടാക്കുമ്പോൾ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ കുഴലപ്പം ഉണ്ടാക്കി എടുക്കുന്നത് അത് നന്നായിട്ട് ആറിയിരിക്കണം. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് അത് മുക്കുമ്പോൾ മുക്കിയിടരുത്. പെട്ടെന്ന് തന്നെ ജസ്റ്റ് മുക്കുക, അപ്പം തന്നെ സ്പൂൺ കൊണ്ട് കോരി അങ്ങ് എടുത്ത് മാറ്റി വെക്കുക. കാരണം മുക്കിയിട്ട് കഴിഞ്ഞാൽ അതങ്ങ് കുതിർന്നു പോകും. നമ്മൾ പിന്നെ ആറി കഴിയുമ്പോഴും അതങ്ങ് കുതിർന്നിരിക്കും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.